ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതേപോലെ രാവിലെ പഫ്സിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം നമുക്കൊരു 80 പഫ്സാണ് കേട്ടോ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ രണ്ട് ബോക്സ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് അത് നമ്മൾ ഡെലിവറി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും നമുക്കൊരു സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം വേണമെന്നും പറഞ്ഞിട്ട് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് മതി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിനായിട്ട് ഒരു കേക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നഷ്ടമാണ്. അപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർക്ക് ഒരുപാട് പീസൊന്നും വേണ്ട, ഇതിൻ്റെ ഒരു 2 പീസ് മതി. അപ്പം ഞാൻ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനകത്തുള്ള ഫില്ലിംഗ് എന്ന് പറയുന്നത് മാംഗോൻ്റെ ക്രീം ചീസിൻ്റെ ഒരു ഫില്ലിംഗാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഒരു 1-2 മൺപാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത് വയനാട്ടിലേക്കൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് വാങ്ങിച്ചതാണ് ആ വാലുള്ള ഒരു മൺചട്ടി. അപ്പോൾ ഈ ഒരു മയക്കിയെടുക്കുന്ന മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് ഉപകാരമായിക്കോട്ടെ വിചാരിച്ചിട്ട് ഒന്നും കൂടെ ചെയ്തു എന്ന് മാത്രം. ആദ്യം തന്നെ നമ്മൾ ഈ പാത്രത്തിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിനെ ഒരു മുക്കാലോ അല്ലെങ്കിൽ പകുതിയോളോ വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതെല്ലാം നന്നായിട്ട് ആ ഒരു ചായപ്പൊടി വെള്ളം കളഞ്ഞ് വാഷ് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ കടലമാവ് ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ച് നനച്ചെടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി കൊടുക്കുക. ഒട്ടും സോപ്പ് തൊടരുത്. നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ക്രബ് യൂസ് ചെയ്താൽ പോലും ഇതിനകത്തേക്ക് സോപ്പിൻ്റെ ഒരു അംശം പോലും പെടുത്തരുത് കേട്ടോ. നമ്മൾ ഈ ഒരു കടലമാവ് വെച്ചിട്ടാണ് ഇത് തേച്ച് കഴുകിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗവും അതിൻ്റെ പിറകു സൈഡും ഒക്കെ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു മീൻ കറിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളൊരു ചട്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതും ഞാൻ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വാലുള്ള ചട്ടി, അതൊരു ഉപ്പേരിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടൊരു കുഞ്ഞു ചട്ടിയാണ് കേട്ടോ അത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം പിന്നെ നമ്മൾ കടലമാവ് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി. ഇനി ഇത് ഒന്നുകിൽ തോർത്താൽ അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കമഴ്ത്തി വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അത്. ഇതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുക. കൈവച്ചോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മൺചട്ടി മയക്കിയെടുക്കുകയും ചെയ്യാം, ആ സ്പോട്ടിൽ തന്നെ നമുക്കിത് യൂസ് ആക്കുകയും ചെയ്യാം. ഇതിപ്പോൾ തന്നെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ അന്ന് വീഡിയോ എടുത്ത സമയത്ത് അതിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ മൺചട്ടി മയക്കിയെടുത്ത് അതിനകത്ത് കറി വെക്കുന്നത് ഞാൻ അപ്പം തന്നെ കറി വെക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ച് ഒരുപാട് സമയം ഇങ്ങനെ ദിവസവും ഇതുപോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മെത്തേഡിൽ മൺചട്ടി മയക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കട്ടോ. അപ്പോൾ അതിന് ഇടയിലായിട്ട് നമ്മൾ ലഞ്ചും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ മോരുകറിയും പിന്നെ ഒരു ചെമ്മീൻ ഡ്രൈ ഫ്രൈയും പിന്നെ ചക്കപ്പുഴുക്കുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഷോക്കേഴ്സിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് ഓൾഡ് ഐറ്റം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പെട്ടതാണ് കേട്ടോ ഇത്. ഒരു 14 വർഷമൊക്കെ ആയിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഇതേപോലെ ബോക്സിനകത്തുനിന്ന് എടുത്തിട്ട് ഞാൻ ഷോക്കേഴ്സിലേക്ക് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്